വൈകുന്നേരത്തെ ചായക്കൊപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ എല്ലാവർക്കും പ്രിയപ്പെട്ട ഉള്ളിവട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഉള്ളിവട തയ്യാറാക്കാനായി 4 വലിയ സവാള കനം കുറച്ച് കീറി മുറിച്ചതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളി സോഫ്റ്റ് ആകുന്നത് മാത്രമല്ല ഉള്ളിവടയ്ക്ക് ആവശ്യമായ വെള്ളം ഉള്ളിയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. തിരുമിയെടുത്ത സവാള 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഈ സമയം 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചതച്ച് വെക്കണേ. പിന്നെ 4 ടേബിൾ സ്പൂൺ മൈദയും 4 ടേബിൾ സ്പൂൺ കടലമാവ് ഉള്ളിയിലേക്ക് ഇട്ട് മുറിച്ച് വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പെരിഞ്ചീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കണം. 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് എല്ലായിടവും ഒരുപോലെ ഉപ്പും എരിവും ആകുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ ഇതുപോലെ നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഫ്രൈ ചെയ്യേണ്ട പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. പാകമായോ എന്നറിയാൻ ഒരു ചെറിയ കഷ്ണം സവാള എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് നോക്കാം. സവാള ഫ്രൈ ആയിട്ട് മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഉള്ളിവട ഉണ്ടാക്കി തുടങ്ങാം. കയ്യിലൊട്ടാതിരിക്കാൻ കൈയൊന്ന് നനച്ച ശേഷം കുറച്ച് സവാള മിക്സി എടുത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ചൂടായ എണ്ണയിലേക്ക് ഇടാം. അങ്ങനെ ഒരു പ്രാവശ്യം 3-4 ഉള്ളിവട റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കൂടിപ്പോയാൽ പുറം കരിഞ്ഞ് ഉൾഭാഗം വേകാതെ ഇരിക്കും. തീ കുറഞ്ഞു പോയാൽ ഒരുപാട് എണ്ണ കുടിക്കുകയും ചെയ്യേ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കണേ. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ മറിച്ചിട്ട് മറുഭാഗവും നിറം മാറി വരുമ്പോൾ എടുക്കാവുന്നതാണ്. 4 വലിയ സവാളയിൽ നിന്ന് മീഡിയം സൈസ് 12 ഉള്ളിവടകൾ കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്